ഹായ് ഡിയേഴ്സ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് നമ്മുടെ ചാനലിനും എനിക്കും എത്രത്തോളം എൻ്റെ റെപ്യൂട്ടേഷനും എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും ഇത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മളുടെ ഇങ്ങനത്തെ കണ്ടൻസാണ് നമ്മളുടെ ചാനലിൽ ഷെയർ ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 വർഷമായി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് മാക്സിമം നമ്മൾ ചെയ്യാറ് ഈ ഒരു അബ്രോഡിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു ഏജൻസി ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ജോബ് പോർട്ടൽസ് വഴിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള വീഡിയോസാണ് നമ്മളൊരു 97% നമ്മൾ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസാണ് അവിടെ നമുക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഒരു മണി മേക്കിങ്ങിന് എന്നുള്ള രീതിയല്ലാതെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, വിത്തിൻ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് കൊണ്ട് തന്നെ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റഡീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല ഫോളോവേഴ്സും നല്ല വ്യൂസും അതുപോലെ തന്നെ ഒരുപാട് നല്ല കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പല ആളുകളും പിന്നെ കമൻറ്റിൽ ചെയ്യാൻ തുടങ്ങി, ബ്രോ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏജൻസി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസിയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പല ഏജൻസികൾക്കും അങ്ങോട്ട് മെസ്സേജ് അയക്കും, ബ്രോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അബ്രോഡിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് അവരെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ. അതായത് ഒരുപാട് ഏജൻസികൾ കേട്ടോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള പല ഏജൻസികളൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പലതിൻ്റെയും നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, ബാംഗ്ലൂരിലൊരു ഏജൻസി ഉണ്ട്. സോ ഇവരുടെ ഒരു ഇത് ഞാൻ വേറൊരാളിൽ നിന്ന് അറിഞ്ഞത്, അതായത് മെഡിക്കൽ വരെ പോയിട്ട് മെഡിക്കലിൽ നിന്ന് ഫെയിലാവും. സോ ഈ ഒരു മെഡിക്കലിൽ ഫെയിലായാൽ പോലും ഇപ്പോൾ നമ്മളൊരു 5 ലക്ഷമാണ് ഒരു കൺട്രിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ വരെ എത്തിയിട്ട് ഫെയിലാവുകയാണെങ്കിൽ അതിൻ്റെ പകുതി പൈസയുള്ളൂ നമുക്ക് ഇവർക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ അവർ വേണം വെച്ചിട്ട് അങ്ങനെ ഫെയിലാക്കുന്ന പല പദ്ധതികളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പിന്നെ ഞാൻ അറിഞ്ഞു. സോ അതിനുശേഷം ഇങ്ങനെ ഒരു ഏജൻസി റെക്കമെൻഡേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫുള്ളൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം റിസ്ക് ഉള്ള കാര്യമാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. സോ എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പല ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം പിന്നെ നമ്മളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, അവരിങ്ങനെ 100% ഇതായിട്ടാണ് ചെയ്യണത്. ബിക്കോസ് അതിൻ്റെ ഓണേഴ്സ് ഇങ്ങനെയുള്ള ഒരാളാണ്, ഒരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെ പെട്ടെന്നൊന്നും ഇതായി പോവില്ല, അങ്ങനെ പെട്ടെന്ന് പൂട്ടിപ്പോകുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി, അവരുടെ ഓഫീസിൽ പോയി നോക്കി, അവരിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്കൊരു ട്രസ്റ്റബിളായിട്ട് തോന്നി. സോ നമ്മുടെ ചാനലിൽ ഒരു കണ്ടൻറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴും ഞാൻ പറയുകയാണ്, യാതൊരു ക്യാഷോ, അതായത് നമ്മൾ അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവരുടെ നിന്ന് യാതൊരു പേയ്മെൻറ്റ് പോലും ഞാൻ വാങ്ങാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോഴും ഞാൻ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ നമ്മളുടെ വ്യൂവേഴ്സിന് അതൊരു ഓപ്പർച്യൂണിറ്റി ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും പല ആളുകളും ഇപ്പോൾ അവർ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്ത ശേഷം അവർ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രോ പല ആളുകളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, അതായത് നമ്മളുടെ ആ ഒരു വേഫറർ ഇൻസൈറ്റുള്ള ബ്രോ പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രോ പറയുന്നതാണ്, സോ അവർക്ക് ട്രസ്റ്റബിൾ ആണ് തോന്നി, സോ അതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. സോ നമ്മളോടുള്ള ഒരു അപ്രോച്ച് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവർ, അല്ലെങ്കിൽ അവരൊരു ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി എന്നൊക്കെ അവർ തന്നെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പല കമൻസിലാണെങ്കിലും നമ്മുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമ്മൾ അന്നൊരു ജർമ്മനീൻ്റെയും എസ്റ്റോണിയൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ അവരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് മുമ്പ് ഞാനിപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഫോട്ടോ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു. സോ ബ്രോ അതിലൊരു കമൻറ്റ് കണ്ടു, അതായത് ബ്രോ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ അതിനൊരു റെസ്പോണ്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ കുറച്ചും കൂടി നീളം എന്നുള്ള രീതിയിലാണ് പറയണത് പറഞ്ഞിട്ട്. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിതൊരു ഇൻഫർമേറ്റീവ് മാത്രമായിട്ടാണ് ഷെയർ ചെയ്യണത്. സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടൈമിലാണെങ്കിലും ഒരു 2-3 മന്ത്സിനൊക്കെ ശേഷം, പിന്നെ ഇത് ആക്ച്വലി ഒരു 9 മന്ത്സ് മുമ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. സോ അതിനുശേഷം ഇതേപോലെ അങ്ങനെ കമൻറ്റൊക്കെ വന്നപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു, ആ ഒരു ഏജൻസീനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സാർ ഇങ്ങനെ പറയുന്നത്, സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരും പറഞ്ഞു, ഇല്ലടാ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയാണ്, അതൊരു
ഒരു ഷെങ്കൻ കൺട്രിയും കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ ടൈം ഒരുപാട് നീളും, അതായത് 6 to 9 months വരെ നമുക്ക് നീളാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവണേ, അല്ലാതെ വേറെ പ്രോബ്ലം ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാവും എന്നുള്ള രീതിയിൽ. ഞാൻ അതേപോലെ തന്നെ നമ്മളോട് കമൻറ്റ് ചെയ്ത ആളോട് അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച ആളോടും പറയാറുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായി എന്ന് അറിഞ്ഞില്ല. പിന്നെ ഈ ലാസ്റ്റ് 2 days മുമ്പ് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ മാത്രമാണ് എനിക്കിത് ഓർമ്മ വന്നത്. ആക്ച്വലി എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല, കാരണം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കമൻറ്റ് കണ്ട ശേഷം പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ അതെന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. കാരണം എനിക്കിതിങ്ങനെ മൈൻഡിലേക്ക് വരുന്നതും കൊണ്ട് ഒരു സമാധാനം കിട്ടിയില്ല. സോ അവൻ പറഞ്ഞു, എടാ നിനക്കത് പറയണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ, കാരണം ഇത്രയും നീ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ, സോ നിനക്ക് ഓപ്പണായി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിനക്കത് മൈൻഡ് ചെയ്യാതെ ലീവ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. എനിക്കറിയാം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിപ്പോൾ ചെയ്യണത് നമ്മളുടെ ചാനലിലാണെങ്കിലും പേഴ്സണലി എൻ്റെ റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഇത്രത്തോളം ബാധിക്കുന്നുള്ളത് അറിയാം. പക്ഷേ എന്നാൽ പോലും അതെനിക്കത് പ്രത്യേകിച്ച് അന്ന് അവർ അങ്ങനെ കാരണം ഈ ഒരു ചാനലിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രോ പറയുന്നത് ട്രസ്റ്റബിളായിട്ട് തോന്നിയിട്ടാണ് അപ്രോച്ച് ചെയ്യണമെന്നുള്ള പല ആളുകളും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഇനി ഇങ്ങനെ പോകാൻ പറ്റാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണം നിങ്ങൾ എത്രയാണോ ചിലവാക്കിയത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങാൻ പറ്റും. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസിന് വേണമെങ്കിൽ പോകാനും പറ്റും. ഓക്കെ, സോ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ പേരിൽ യാതൊരു ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റോ അങ്ങനെയൊന്നും വാങ്ങിയിട്ടല്ല നമ്മൾ ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റ് വാങ്ങി എന്നുള്ള രീതിയിൽ അങ്ങനെ അവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഏജൻസിൻ്റെ ആളുകൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ടായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ ഞാൻ കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരോടും ക്ഷമ ചോദിക്കുകയാണ്. ബിക്കോസ് അത് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിൽ ഞാനും കൂടി എനിക്കിങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നില്ല, ഞാനും കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ടും അവരുടെ കയ്യിൽ നിന്ന് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു ഏജൻസി ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. കാരണം അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കമൻറ്റ് കണ്ട ശേഷം എനിക്ക് ചെയ്യണം തോന്നി, നമ്മളെ ചാനൽ ട്രസ്റ്റ് ചെയ്തിട്ട്. ഞാൻ വീണ്ടും അത് തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം നമ്മളുടെ ചാനൽ ഒരാൾ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനാണെങ്കിലും ഒരു പേയ്മെൻറ്റും വാങ്ങാതെയാണ് നമ്മൾ അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ഓക്കെയാണ് അല്ലെങ്കിൽ പോകുന്നുള്ള ആ ഒരു ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ്, നമ്മളെ ട്രസ്റ്റും കൂടിയാണ് പോണത്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ എൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് കൂടിയാണ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ എന്തെന്നാലും എന്ന് വെച്ചിട്ട് ഞാൻ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നല്ല കേട്ടോ അത് ചെയ്യണത്. സോ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് എനിക്ക് ചെയ്യണം തോന്നി. ഓക്കെ.